ഞാനിപ്പോൾ ഉള്ളത് ഇവിടെയാണ്. ഒബർ സാൾസ്ബർഗ് എന്ന് പറയുന്ന ഈ ഡോക്യുമെൻറ്റേഷൻ അത് അവിടെയാണ്. നമുക്കിവിടെ ബസ്സിൻ്റെ ടിക്കറ്റ് കിട്ടുന്നതും ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഇവിടെ നിന്നാണ്. ആക്ച്വലി ഇവിടുന്ന് ആ ടോപ്പിൽ കണ്ടോ, ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ്. ഓൾമോസ്റ്റ് 31 യൂറോ 90 സെൻറ്റ് ആയിട്ടുണ്ട്. 1938 പണി കഴിപ്പിച്ച ടണലിൽ കൂടാണ് ഞാൻ പോകുന്നത്. നമ്മളൊരു ടണലിനുള്ളിലോട്ട് കയറാൻ വേണ്ടി പോവാം. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബെർച്ചെസ്കാഡനിലാണ്. ബെർച്ചെസ്കാഡനിലെ ജർമ്മനി ഓസ്ട്രിയ അതിർത്തിയിലുള്ള ഒരു ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ ഇന്നലെ താമസിച്ച ഈ വീട്ടിലെ വ്യൂ കണ്ടോ, അടിപൊളിയാണ്. മൊത്തത്തിൽ ഹെവി ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ താമസിച്ച റൂം. നൈസായിരുന്നു, മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഇതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈഗിൾസ് നെസ്റ്റ് എന്നും പറഞ്ഞിട്ട് ഹിറ്റ്ലറിൻ്റെ 50ാമത്തെ പിറന്നാളിനോടനുബന്ധിച്ച് അയാളുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു പുള്ളിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു ക്യാമ്പിംഗ് സെറ്റപ്പ് പോലത്തെ ഉള്ള ഒരു സ്പോട്ടാണ് ഈഗിൾസ് നെസ്റ്റ് എന്ന് പറയും. ആക്ച്വലി സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ ബെർച്ചെസ്കാഡൻ ഓൾമോസ്റ്റ് മൊത്തത്തിൽ തകർന്നു പോയിരുന്നെങ്കിലും ഈ ഈഗിൾസ് നെസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു മൗണ്ടൻ്റെ മേളിൽ പണിതേക്കുന്ന ആ ഒരു ബിൽഡിങ്ങിന് മാത്രം ഒന്നും പറ്റിയിട്ടില്ല. അതതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് നിന്നു. ആ ഒരു ഈഗിൾസ് നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ മൗണ്ടൻ്റെ മുകളിൽ പണിതേക്കുന്ന ആ ഒരു ബിൽഡിങ് കാണാനും അവിടുത്തെ വിശേഷങ്ങൾ കാണാനും എല്ലാം കൂടാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ഇന്നലെ ഞാൻ ഈ ബെഞ്ചിൽ വന്നിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബെഞ്ചിൽ ഇരുന്നിട്ടുള്ള ആ വ്യൂ കണ്ടോ, മനോഹരമായിട്ടുള്ള വ്യൂവും ഇതൊക്കെ കാണിച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസും ഉണ്ട്, ഇതൊക്കെ ഇൻസ്റ്റഗ്രാമിലുണ്ട്. ഇപ്പോൾ ഇവിടെ സമയം 10:15 ഞാൻ ഈ കയറ്റം മൊത്തം കയറി ഓൾമോസ്റ്റ് ബസ് സ്റ്റോപ്പ് എടുക്കാറായിട്ടുണ്ട്. എനിക്ക് ബസ് വരുന്നത് 10:45. 10:45 വണ്ടിക്ക് കയറിയിട്ട് ബെർച്ചെസ്കാഡനിൽ ഞാൻ എപ്പോഴാണ് 11:13 എത്തും. 11:15 ബെർച്ചെസ്കാഡനിൽ നിന്ന് ഈഗിൾ നെസ്റ്റിൻ്റെ പകുതി വരെയുള്ള സ്ഥലം വരെ എനിക്ക് ബസ്സുണ്ട്. ഇതെല്ലാം എൻ്റെ നോർമലി ഞാൻ മന്ത്ലി എടുക്കുന്ന ബസ് ഫെയറിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. കയറ്റം കയറി എൻ്റെ അമ്മ ഇനിയുണ്ട് കുറച്ചും കൂടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ബെർച്ചെസ്കാഡൻ്റെ അവിടുന്ന് നമ്മൾ പിന്നെ പോയി ഈഗിൾ നെസ്റ്റിലോട്ട് നമ്മൾ രണ്ടാമതൊരു ബസ് എടുക്കണം. ഓ മൈ ഗോഡ്, ഹായ് സബോസ്, ഒരു പട്ടി ഞാൻ കണ്ടില്ല. എന്താ പറഞ്ഞു വന്നേ, അപ്പം അതിൻ്റെ നടുക്കുന്ന് നമ്മൾ ഈഗിൾ നെസ്റ്റിലേക്ക് മാത്രം, അത്ര ടൂറിസ്റ്റ് കേന്ദ്രം ആയതുകൊണ്ട് അവർ സെപ്പറേറ്റ് ആണ് ബസ് ഫെയർ ഈടാക്കുന്നത്. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇതാണ് ബസ് സ്റ്റോപ്പ്. എന്താ അടിപൊളിയല്ലേ, മൊത്തം പച്ചപ്പും അതിൻ്റെ ഇടയ്ക്ക് ഈ തടി വെച്ച് പണിത ബസ് സ്റ്റോപ്പ്. നമുക്ക് പോകേണ്ട ബസ് ഇത് ബെർച്ചെസ്കാഡനിൽ നിന്ന് ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇതങ്ങ് പോയിട്ട് തിരിച്ചു വരണം. അപ്പം ഇനിയും ടൈം എടുക്കും. ഒരു 10-15 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യണം ഞാൻ. അവിടെ കണ്ടോ, അവിടെ ഒരു പുള്ളി ഒരു ട്രാക്ടർ പോലത്തെ ഒരു വണ്ടി കൊണ്ട് അവിടെ ഇട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളി അവിടെ പൈൻ മരങ്ങളൊക്കെ വെട്ടി ഇതായിക്കൊണ്ടിരിക്കുക. ആകെ ഒരാളേ ഉള്ളൂ. പുള്ളി തന്നെ അത് മെഷീൻ വെച്ചിട്ട് ആദ്യം വെട്ടും. അത് കഴിഞ്ഞിട്ട് പുള്ളി
അത് കട്ട് ചെയ്ത് താഴെ മറിച്ചങ്ങിടും. അത് കണ്ടോ, ആ പുള്ളി ആ ട്രാക്ടർ വെച്ചിട്ട് ആ വലിയ പൈൻമരം വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പുള്ളി അടിപൊളി കാഴ്ചയല്ലേ. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ബസ് പറപ്പിച്ച് വന്നു, വേഗം ചാടി കയറി. ഈ ബസ്സിൽ ഞാനും വേറൊരുത്തരും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം ബർച്ചസ് ഗാർഡനിൽ നിന്ന് മറ്റേ നമ്മുടെ ഈഗിൾ നെസ്റ്റിലോട്ടുള്ള ബസ് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. നമുക്കിനിയും രണ്ട് മൂന്ന് സ്റ്റോപ്പും കൂടെ പോകാനുണ്ട്. കിട്ടിയാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ 1 മണിക്കൂർ പിന്നെയും പോസ്റ്റാവും. ഹലോ, ഒരു തരത്തിൽ ഞാൻ ബസ്സിൽ കയറി. എൻ്റെ പൊന്നെ, ഈ ബസ് ബസ് ലേറ്റാണ്. 2 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ബസ് കിട്ടി. ഈ ബസ്സിൽ കയറാൻ ആൾക്കൂട്ടം കണ്ടോ, നിറച്ചാളായി ബസ്സിൽ കയറാൻ വേണ്ടി. ഞാനാണ് പെട്ടെന്ന് ടിക്കറ്റും കാണിച്ച് ചാടി കയറി സീറ്റും കിട്ടി. ആഹാ, പൊളി. അതിൽ നന്നായി. അയ്യോ, ഞാൻ വിചാരിച്ചു പെട്ടിരുന്നെങ്കിൽ ഞാൻ പിന്നെയും ഓൾമോസ്റ്റ് 1 അവർ ഈ വെയിലത്ത്. അയ്യോ, നമ്മളിപ്പോൾ മല കയറിക്കൊണ്ടിരിക്കുക. ബസ്സിന് നിറച്ചാളാണ്. അങ്ങനെ നമ്മൾ ഒബേർസാൾസ്ബർഗ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന സ്റ്റോപ്പിലെത്തിയേക്കുവാണ്. ഇവിടം വരെയാണ് നമ്മൾ വന്ന ആ റെഡ് ബസ് വരത്തുള്ളൂ. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈഗിൾ നെസ്റ്റിലോട്ട് നമ്മൾ സെപ്പറേറ്റ് ബസ് എടുക്കണം. അപ്പം സെപ്പറേറ്റ് ബസ് എടുക്കുന്നതിന് എവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് ഞാൻ പോയി നോക്കണം. അവിടെ ഈഗിൾ നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുള്ള ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ബസ് കാണാം. ഏതായാലും പോയി തിരക്കി നോക്കാം, നമുക്ക് എവിടെ നിന്നാണ് അങ്ങോട്ടേക്കുള്ള ബസ് ടിക്കറ്റ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, നിറച്ച് ടൂറിസ്റ്റ് ബസ്സുകളാണ്. ജർമ്മനിയിലെ വൺ ഓഫ് ദ മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണിത്. കണ്ട, ഈഗിൾസ് നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബസ്സിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. കുറേ ബസ് കിടപ്പുണ്ട് അങ്ങോട്ടേക്ക് മാത്രമായിട്ട്. റെഡ് ബസ്സുകൾ, റെഡ് ബസ്സല്ല, റെഡ് കളറിലുള്ള ബസ്സുകൾ. ടിക്കറ്റ്സ് ഇവിടെ നിന്ന് എടുക്കാം. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. 32 യൂറോ ആണ് ലൈക്ക് അങ്ങോട്ടേക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ്. ഓൾമോസ്റ്റ് 31 യൂറോ 90 സെൻറ്റ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 32 യൂറോസ്. ഇപ്പം എനിക്ക് കയറാൻ പറ്റുന്നത് ബസ് നമ്പർ 1-ൽ 1:55 ബസ്സിന് മാത്രമേ എനിക്ക് കയറാൻ പറ്റത്തുള്ളൂ. അവിടെ നമുക്ക് വേറെ കുറച്ച് ബസ്സുകൾ കിടക്കുന്ന കാണാം. ബസ് നമ്പർ 2, ബസ് നമ്പർ 3, ഓൾമോസ്റ്റ് ബസ് നമ്പർ 1 വരെ അവിടെ കിടപ്പുണ്ട്. പക്ഷേ
എനിക്ക് ബസ് നമ്പർ 1-ൽ, അതായത് 1:55 എടുക്കുന്ന ബസ്സിൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അതിന് മുന്നേ ഉള്ള വണ്ടികളിൽ മുഴുവൻ ആൾക്കാർ ഫുള്ളായിട്ട് നിൽക്കുകയാണ്, ഫുള്ളായി. അപ്പം എനിക്കിനിയിപ്പം ആ ഒരു ഓപ്ഷനേ ഉള്ളൂ, 2 മണിയുടെ ഓപ്ഷൻ. ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ ഉള്ളത് ഇവിടെയാണ്, ഒബർസാൾസ്ബർഗ് എന്ന് പറയുന്ന ഈ ഡോക്യുമെൻറ്റേഷൻ അത് അവിടെയാണ്. നമുക്കിവിടെ ബസ്സിൻ്റെ ടിക്കറ്റ് കിട്ടുന്നതും ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഇവിടെ നിന്നാണ്. ആക്ച്വലി ഇവിടുന്ന് ആ ടോപ്പിൽ കണ്ടോ, കെൽസ്റ്റെയിൻ ഹൗസ് എന്ന് പറഞ്ഞിട്ട്, അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടെ നമുക്കൊരു ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടണൽ പാസ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. ഏതായാലും നമുക്ക് പോണ വഴി അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കണ്ടുപോകാം. ആക്ച്വലി എനിക്ക് ഹിൻഡർസിയും കൂടെ എക്സ്പ്ലോർ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് നടക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇപ്പോൾ ഈ 2 മണിക്കത്തെ ബസ് എടുത്ത് പോയി തിരിച്ചു വരുമ്പം തന്നെ എനിക്ക് തോന്നുന്നു ഒരു 6 മണി എങ്കിലും ആകും. 6 മണി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഹിൻഡർസി പോയി എനിക്ക് തോന്നുന്നില്ല നടക്കുമെന്ന്. അപ്പോഴത്തേക്കും അവിടുത്തെ ബോട്ടിങ്ങും എല്ലാം ക്ലോസ് ചെയ്യാൻ തുടങ്ങും. അതായത് ഇവിടുന്ന് 5 കിലോമീറ്റർ ഉള്ളൂ ബർച്ചസ്ഗാർഡനിലെങ്കിലും ഞാനിപ്പം ഇവിടുന്ന് ബർച്ചസ്ഗാർഡനിലോട്ട് ഇനി ബസ് എപ്പോഴാണെന്ന് എനിക്ക് നോക്കണം, 6 മണി കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ബർച്ചസ്ഗാർഡനിൽ നിന്ന് ഹിൻഡർസിക്ക് എപ്പോഴാണെന്ന് നോക്കണം. അത് ടാസ്ക്കാണ്. എനിക്ക് വെറുതെ ഹോപ്പ് വെക്കേണ്ട കാര്യമില്ല, മിക്കവാറും നടക്കത്തില്ല. അതുപോലെ എനിക്ക് പിന്നെ ലാൻഡ്സ്വിറ്റിലേക്ക് പോവുകയും വേണം. ഇവിടെ ഒബർസാൾസ്ബർഗ്, ഇവിടെ ഒരു ബിയർ ഗാർഡൻ കാണാം. പിന്നെ ഇവിടെ കുറേ ബൈക്കേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, അവരുടെയൊക്കെ വണ്ടികളൊക്കെ കാണാം. ഓ മൈ ഗോഡ്, ഉണ്ട് ഹാർലി ഡേവിഡ്സൺ. ഇത് ഒരുപാട് കാണാം. BMW-ൻ്റെ ഈ സാധനം കുറേ കാണാം. അതുപോലെ യമഹ, ഇതേത് മോഡലാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ കുറേ അടിപൊളി ബൈക്കുകളൊക്കെ നമുക്കിവിടെ കാണാം. ചെറുതൊന്നുമില്ല, എല്ലാ ഹെവി ബൈക്കുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ, നൈസല്ലേ? എന്തോരം കാറുകളാണ് പാർക്ക് ചെയ്തേക്കുന്നത്. ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇനിയും 1 മണിക്കൂർ കൂടെ ഉണ്ട്. വെയിറ്റ് ചെയ്യാം, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ നിൽക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് അങ്ങ് ദൂരെ അവിടെ ഒരു കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഈ ക്യാമറയ്ക്ക് അതിന് മാത്രമുള്ള സൂമിങ് സെറ്റപ്പ് ഇല്ല. എന്നിരുന്നാലും ഞാൻ ഈ കാണിക്കുന്നതിൻ്റെ ഈ ഒരു ഭാഗമുണ്ടോ, ഇവിടെ ഉയരത്തിലിരിക്കുന്ന ആ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഫൈനലി നമ്മൾ ബസ്സിനകത്ത് കയറി. ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ ബസ് എടുക്കും. ലാസ്റ്റ് റോയിലെ ലാസ്റ്റ് സീറ്റ്. The exhibition located on the Eagle's Nest Sun Terrace. നമ്മളൊരു ടണലിനുള്ളിലോട്ട് കയറാൻ വേണ്ടി പോവാം. വ്യൂ. ലൈഫിൽ ഞാൻ ഇതുപോലൊരു യാത്ര ഇതുവരെ ചെയ്തിട്ടില്ല. എൻ്റെ ചെവിയെല്ലാം അടഞ്ഞു പോയിട്ടുണ്ട്. കാരണം അതുപോലെ ഉയരമാണ്. നമ്മൾ ആക്ച്വലി ആൽപ്സിൻ്റെ ഏറ്റവും ടോപ്പിലോട്ടാണ് കയറുന്നത്. അങ്ങൊരു ലേക്ക് നമുക്ക് കാണാം. മോനെ, ദാറ്റ്സ് കനങ്സിയാണ് ആ ദൂരെ കാണുന്ന ലേക്ക്. ചെറിയൊരു ടണല്. നമ്മൾ അടുത്ത ടണലിനകത്ത് കയറാൻ വേണ്ടി പോവാ. ചെറിയ ടണലാണ്.
അങ്ങനെ ഞാൻ ഈഗിൾ നെസ്റ്റിൻ്റെ ബസ് കൊണ്ട് നമ്മളെ വിടുന്ന ആ ഒരു ഏരിയ വരെ വന്നേക്കുവാണ്. അവിടെ ടണൽ കാണാം. ആ ടണലിൽ കൂടെയാണ് നമ്മൾ പോകേണ്ടത്. ഞാൻ ജസ്റ്റ് ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഓ പൊളി, ഒരു ചെറിയ വഴിയിൽ കൂടെ കാണാം. എന്നാ പൊളി, ആ പനോരമിക് വ്യൂ അല്ലേ, മൊത്തം പൊന്നോ ഹെവി വ്യൂ. ഇതാ മുകളിലോട്ട് നമുക്ക് കയറണം, ആ ബിൽഡിങ് അങ്ങോട്ടേക്ക് പോകണം. ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയൊരു റൗണ്ട് അടിച്ച് ഒന്ന് നോക്കി കാണാം. ഇതിവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം. നൈസ് വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. നമുക്ക് പോകാം. ഇതുപോലത്തെ ബസ്സിലാണ് നമ്മൾ വന്നത്. ഈ ടൈപ്പ് ബസ്. നമ്മൾ ടണലിനുള്ളിലോട്ട് കയറുവാണ്. 1938 ഇത് പണിതത്. അപ്പോൾ നമുക്ക് ടണലിനുള്ളിലോട്ട് പോകാം. ഓ പൊളി, നല്ല കലക്കനൊരു ടണലാണ്. ഈ ടണലിൽ കൂടെ നമ്മൾ പോകുന്നത്. ഇതിനകത്ത് വെട്ടവെച്ചിരി കുറവാണ്. എന്നാലും 1938 പണി കഴിപ്പിച്ച ടണലിൽ കൂടെയാണ് ഞാൻ പോകുന്നത്. ഇന്നും ഈ ടണൽ അതേപടി നിപ്പുണ്ട്. എന്ത് തണുപ്പാണെന്നറിയോ, ഹെവിയാണ്. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ മര്യാദയ്ക്ക്? നൈസ്, ഒരു കലക്കൻ എക്സ്പീരിയൻസ് കേട്ടോ. ഭയങ്കര തണുപ്പ് ഇതിനകത്ത്. ചെറുതായിട്ട് വെള്ളം ഒലിക്കുന്നുണ്ട്. താഴേക്ക് വെള്ളം കാണാം. ഹെവി. എനിക്ക് എൻ്റെ ഊഹ ശരിയാണെങ്കിൽ 1200 സംതിങ് മീറ്റർ ഹൈറ്റ് ഉണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ഇങ്ങോട്ട്. മേളിൽ നിന്നൊക്കെ ചെറിയ രീതിയിൽ വെള്ളം ഒഴുകുന്നുണ്ട്. ബാക്കിലാരും ഇല്ല. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. ഇവിടെ ഒരു എലവേറ്റർ ഉണ്ട്. എലവേറ്ററിൽ കയറി വേണം നമ്മൾ മേളിലോട്ട് പോകാൻ. പിള്ളേരൊക്കെ തണുത്ത് വിറച്ച് പോകുന്നു. നമുക്ക് പോവാം. 124 മീറ്റർ നീളമുള്ള ഈ ടണൽ കടന്ന ശേഷം നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ലിഫ്റ്റിലേക്കുള്ള എൻട്രൻസിലാണ്. ഈ എലവേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ 124 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലേക്ക് പോകുന്നത്. ഈ കെട്ടിടം ഹിറ്റ്ലറിന്റെ 50ാമത്തെ പിറന്നാളിനായി നാസി പാർട്ടി സമ്മാനിച്ച നിർമ്മിതിയാണ്. പക്ഷേ ഹിറ്റ്ലർ വളരെ കുറച്ച് തവണ മാത്രമേ ഇവിടേക്ക് വന്നിട്ടുള്ളൂ. ഇന്ന് ആക്ച്വലി ഇത് ചരിത്ര സ്മാരകമായും ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമായും മാറിയിരിക്കുന്നു. ഉള്ളിലൊരു ബിയർ ഗാർഡൻ പ്രവർത്തിക്കുന്നുണ്ട്. ഒരേ സമയം ഒരുപാട് പേർക്കിരുന്ന് മദ്യപിക്കാനും ആസ്വദിക്കാനും പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഉൾവശം ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കെൽസ്റ്റൈൻ ഹൗസ് എന്ന ഈഗിൾ നെസ്റ്റിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് റെഡ് മാർബിളിൽ നിർമ്മിച്ച ഫയർ പ്ലേസ്. ഇത് ഇറ്റാലിയൻ ഫാസിസ്റ്റ് നേതാവായിരുന്ന മുസോളിനി ഹിറ്റ്ലറിന് സമ്മാനമായി നൽകിയതാണ്. ഉള്ളിലെ മുറികളിലേക്ക് ചെല്ലുമ്പോൾ ക്യൊനങ്സെ ലേക്കിലേക്കുള്ള മനോഹരമായിട്ടുള്ള വ്യൂ തരുന്ന മുറിയാണിത്. അങ്ങനെ ഞാൻ ഈഗിൾ നെസ്റ്റിൽ എത്തിയേക്കുവാണ്. ആക്ച്വലി ഇതിപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ തോന്നലായിരിക്കാം, ബിയർ കമ്പനിയുടെ കുടകളാണ് ഇവിടെ മുഴുവൻ കാണാൻ പറ്റുന്നത്. ആ ബിയറിൻ്റെ പരസ്യം കുറേ കൊടുത്തിരിക്കുന്നത് കാണാം.
ഹിറ്റ്ലറിന് വേണ്ടി ആ കാലഘട്ടത്തിൽ സമ്മാനമായിട്ടുണ്ടാക്കിയ ഒരു വസതിയാണിത്. അതിനകത്ത് ആ കാലഘട്ടത്തിൽ 1938 ആ ടണലും അതുപോലെ തന്നെ ആ ലിഫ്റ്റും പിന്നെ ഈ ഹൗസും നിർമ്മിച്ചത്. ഒരു രക്ഷയില്ല. കണ്ടോ, അവിടെ നമുക്ക് ലേക്ക് കാണാം. നമ്മൾ ഇന്നലെ പോയ ആ ക്യോനങ്സി ലേക്കാണ് നമുക്ക് ഈ ഇത്ര ഉയരത്തിൽ നിന്ന് നമുക്ക് കാണുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 1200 സംതിങ് മീറ്റർ ഹൈറ്റാണ് ഇവിടെ. ഈ മൗണ്ടന് അത്ര ഹൈറ്റുണ്ട്. മലനിരകൾ കയറിക്കൊണ്ട് ഇരിക്കുന്ന ഞാൻ ഹെവി ലൈഫിൽ ഒരു തവണയെങ്കിലും വരണമെന്ന് വിചാരിച്ച ആ ഒരു ഈഗിൾ നെസ്റ്റിൽ ഞാൻ വന്നിരിക്കുകയാണ്. എന്നാ വ്യൂ ആണെന്ന് നോക്കിക്കേ. ഹെവി 2 മണിക്കൂർ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിലും ഈ ഒരു വ്യൂ കിട്ടിയില്ല എനിക്ക്. ഇവിടെ ഒരു കുരിശ് കാണാം. കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഇരിക്കാൻ വേണ്ടിയുള്ള ബെഞ്ചുകളൊക്കെ ഉണ്ട്. എൻ്റെ മോനെ, സിൻസിയറായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ പോയേക്കുന്ന ട്രിപ്പുകളിൽ നിസ്സംശയം ഞാൻ പറയും ഇതുപോലൊരു വ്യൂ. ഇതിനു മുന്നേ ബാവേരിയൻ ആൽപ്സിൽ ബ്രുൺസ്റ്റൈൻ എന്നും പറഞ്ഞിട്ടുള്ള ഒരു മല ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. അതിനെ കഴിഞ്ഞും ടോപ്പ് ഇത് തന്നെയാണെന്ന് ഞാൻ പറയും. നമുക്കിത് ആ ബെഞ്ചിൽ പോയിരിക്കാം. ഒരു ബെഞ്ച് കാണാം. ഓ പോളി. ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ കണ്ടോ? അവിടെ നോക്കി, ഹെവി അല്ലേ? അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മൾ ഇന്നലെ പോയ ക്യോനങ്സി ലേക്ക്. ഓ പോളി. ആൽപ്സ് മലനിരകളുടെ മേലിൽ ഞാനിവിടെ വ്ളോഗ് എടുത്തുകൊണ്ട് നിൽക്കുന്നത്. ഇതെൻ്റെ ലൈഫിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു മൊമെൻ്റായിട്ട് തന്നെ ഞാൻ കാണും. കാരണം ഒരു ദിവസം മൊത്തം ഞാൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു. വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ദിവസം മൊത്തം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ വെളുപ്പിനെ പുലർച്ചെ ഫസ്റ്റ് വണ്ടിക്കൊക്കെ വരുവാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ആ ക്യോനങ്സിയോ ഹിൻഡസിയോ അതൊക്കെ കൂടെ പോകാൻ പറ്റും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ടൈം കിട്ടത്തില്ല. കാരണം ഞാൻ 12 മണിക്ക് ഞാൻ ഇവിടെ എത്തിയതാണ് രാവിലെ. ഇപ്പോൾ സമയം 2:30 ഇപ്പോഴാണ് എനിക്ക് ഇവിടെ കയറാൻ പറ്റിയത്. അപ്പോൾ അത്രയും നേരം നമുക്ക് വേസ്റ്റാണ്. പിന്നെ ഇപ്പോൾ തിരിച്ചു പോയിട്ട് വേറെ കാണണമെന്ന് പറഞ്ഞാലും ഇവിടെ സ്റ്റേ ആണെങ്കിൽ നടക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തിരിച്ചെവിടെയെങ്കിലും പോകേണ്ടതുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഓ പോളി. ഈ ഏരിയ മാക്സിമം നടന്ന് എക്സ്പ്ലോർ ചെയ്യാം. കാരണം നമ്മുടെ ബസ് തിരിച്ച് പറഞ്ഞേക്കുന്നത് 5 മണിക്കാണ്. ഇവിടെ സൈഡിൽ ചെറിയൊരു വഴി കണ്ടു. ചുമ്മാ ഒന്ന് പോയി നോക്കാം. ഫുള്ള് പാറകളാണ്. നമുക്ക് ആ സ്പോട്ടിലൊന്ന് പോയി നോക്കാം, എന്താണെന്ന് നോക്കാം. കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. ആക്ച്വലി ഞാൻ നോർമൽ ഷൂ ഇട്ടേക്കുന്നത്. അപ്പം ഹൈക്കിംഗ് ഷൂ ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അടിപൊളിയാണ്. ഫുള്ള് പാറകളും
എന്താ പറയുന്നത്, അടിപൊളി വീഡിയോസും ഫോട്ടോസും. നിങ്ങൾക്ക് എന്താ വേണ്ടേ, ഒരു ദിവസത്തേക്ക് മൊത്തത്തിൽ നിങ്ങൾക്കിത് സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വരേണ്ട ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഈഗിൾ നെസ്റ്റ്. ഞാനിപ്പോൾ വേറൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. എനിക്ക് വീഡിയോ എടുത്തിട്ടും മതിയാവുന്നില്ല. അതുപോലത്തെ എങ്ങോട്ട് തിരിഞ്ഞാലും വ്യൂ. ജർമ്മനിയിലുള്ളവരെങ്കിലും യൂറോപ്പിലുള്ളവരോ ഏതെങ്കിലും ട്രാവലിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന ബെർച്ചസ്ഗാർഡൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുണ്ട് ബെർച്ചസ്ഗാർഡൻ. നമുക്ക് മുന്നോട്ട് തന്നെ പോകും. നൈസായിട്ടുണ്ട്. കാല് തെന്നുന്നു, കാരണം ഈ ഫുള്ള് തെന്നുന്ന പാർക്കല്ല. എൻ്റെ കാല് എൻ്റെ ഷൂ നോർമൽ ഷൂവാണ്. എൻ്റെ ഷൂവേ നമ്മുടെ നോർമൽ ഷൂവാണ്. അതിട്ടുകൊണ്ട് ഇതിൽ കൂടെ ഒക്കെ നടക്കുമ്പം ഒന്നാമത് ഈ പാറയൊക്കെ ഉണ്ട്, ഇത് തിന്നുന്നുണ്ട്. അപ്പോൾ ഡേഞ്ചറാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മേളിൽ നിന്ന് ഒരു ചെറിയ സ്പോട്ടിലോട്ടും കൂടെ ഉള്ള ഒരു വഴിയുണ്ട്. അത് പോകാനായിട്ടുള്ള ഷൂ എനിക്കില്ല. അത് ഞാൻ ഇട്ടിട്ടില്ല. ഇടുമായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെക്കാം. എന്നിട്ട് ഈ വ്യൂ എല്ലാം ഒന്നും കൂടെ കാണാമെന്ന് വിചാരിക്കുന്നു. അയ്യോ 360 വ്യൂ, എൻ്റെ മോനെ ഹെവി. ഞാൻ ആലോചിക്കുമായിരുന്നു തിരിച്ച് ലിഫ്റ്റ് എടുക്കാതെ ടണലിൽ കൂടെ പോകാതെ നമുക്ക് ഇതിൽ കൂടെ ഹൈക്ക് ചെയ്തിറങ്ങിയാലോ നടന്നിറങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ എനിവേ നമുക്ക് താഴോട്ട് നടന്നിറങ്ങാം. നമ്മൾ ആക്ച്വലി ഇങ്ങോട്ട് ലിഫ്റ്റിലാണല്ലോ വന്നത്. അപ്പം തിരിച്ചു പോകുമ്പം വേറൊരു വൈബ്. നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം കണ്ട് അടിപൊളിയായിട്ട് മറക്കാൻ പറ്റാത്തൊരു യാത്ര തന്നെയായിരുന്നു. കാരണം അത്രയ്ക്കുണ്ട് ഈ വ്യൂവും കാര്യങ്ങളും, ഒരു രക്ഷയില്ലാത്ത ആ ഒരു വൈബ് കണ്ടോ. എനിക്ക് ക്യാമറ മാറ്റി വെക്കാൻ തോന്നുന്നില്ല. ഇത് വ്യൂ എല്ലാം കണ്ടിട്ട് അയ്യോ ഹെവി അടിപൊളിയായിട്ടുണ്ട് കണ്ടോ. നമ്മളിങ്ങനെ നടന്ന് താഴെ നമ്മൾ ബസ്സിൻ്റെ ആ ഏരിയയില്ലേ അവിടേക്ക് പോവും. അപ്പം ഇത് തന്നെയാണ് മുന്നോട്ടും കാണിക്കാനുള്ളത്. കണ്ട വാവ് പൊളി. ദാണ്ട് പാരാഗ്ലൈഡിങ് ചെയ്യുന്നുണ്ടോ, കാണാവോ ഇതിനകത്ത്.
നൈസായിട്ടുണ്ട്. എന്നോട് ഇങ്ങോട്ട് വരാൻ പറയുമായിരുന്നെങ്കിൽ. ഓ, സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല ഈ ഭംഗിക്ക്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ വീഡിയോ എടുത്തതും ഇവിടുത്തെ ലാൻഡ്സ്കേപ്പും ഇവിടുത്തെ അടിപൊളിയായിട്ടുള്ള ഈ മൗണ്ടൻസും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ഇത് കാണുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ഷെയറും തന്ന് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ബൈ.